കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ടീമിൽ പൊട്ടിത്തെറി ഉണ്ടായി. സാധാരണഗതിയിൽ എന്തെങ്കിലും പ്രശ്നം പാകിസ്ഥാൻ ടീം മെമ്പേഴ്സുമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. പക്ഷേ ഇത് ഇന്ത്യൻ ടീമിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുൽദീപ് യാദവും ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ ഇവർ മൂന്നുപേരാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ വീഡിയോ കണ്ടു. സൂര്യകുമാർ ഹാർദിക് പാണ്ഡ്യയുമായിട്ട് കുൽദീപ് എന്തോ സംസാരിക്കുന്നു, ദേഷ്യപ്പെടുന്നു. അതുപോലെ തന്നെ സൂര്യകുമാറും ആനിമേറ്റഡായിട്ട് എന്തോ പറഞ്ഞിട്ട് പോകുന്നു. ഓക്കെ, സോ ഇതൊരു വലിയൊരു സംഭവമായിരിക്കണം. ടീം ഇന്ത്യക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ടീം ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങളാണ്, കുൽദീപിനെ ആർക്കും ഇഷ്ടമില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ വളരെ മനോഹരമായിട്ട് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് അത് സോൾവ് ചെയ്തിട്ടുണ്ട്. വേറൊരു റീലിട്ടിട്ട് അതേ വീഡിയോയ്ക്ക് ബദലായിട്ട് ഒരു റീല് തന്നെ ഇട്ട് കാരണം അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതായിരുന്നു ഈ ഒരു വീഡിയോ എന്ന് എനിക്ക് തോന്നി. ഒന്ന് കണ്ടു. ബാബു ബാബു സോ എന്താണോ ഫീൽഡിൽ ചെയ്തത്, സൂര്യകുമാർ യാദവ് ഫീൽഡിൽ കുൽദീപെ തട്ടിയിട്ട് പോയെങ്കിൽ തിരിച്ചതേ കുൽദീപ് തട്ടിയിട്ട് പോകുന്ന വിധത്തിൽ വളരെ രസകരമായിട്ട് തന്നെ അതിനെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ടീം ഇന്ത്യയിലെ പടലപ്പിണക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസ് ഒന്നും വരേണ്ട കാര്യമില്ല. അവർ തന്നെ വിത്തൗട്ട് വെരി എക്സ്പ്ലനേഷൻ ഒരു റീലിലൂടെ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യൻ ടീമിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ മാച്ചിലെ ക്യാച്ച് വിട്ടതിനെ ചൊല്ലിയുള്ള ചെറിയൊരു ഡിസ്കഷൻ മാത്രമായിരുന്നു അത്. സോ അങ്ങനെ ഇന്ത്യൻ ടീമിലൊരു പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് വിചാരിച്ചാരും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല.